ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. ഒരുപാട് ഗസ്റ്റുകൾ വീട്ടിൽ വരുന്ന സമയമാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനായിട്ട് ഒരു വെറൈറ്റി ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് കൊടുക്കുമ്പം അവർക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറയണം. ഞാൻ ഉറപ്പ് പറയാം, അവർക്കത് ഗസ് ചെയ്യാൻ പറ്റില്ല. അത്രയും വെറൈറ്റി ലുക്കും വെറൈറ്റി ടേസ്റ്റും ഉള്ളൊരു വെൽക്കം ഡ്രിങ്കാണ്. എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഒരു സോസ് പാനിലോട്ട് 1.5 കപ്പ് ബ്ലാക്ക് ഗ്രേപ്സ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറുത്ത മുന്തിരി ഏത് വെറൈറ്റി കറുത്ത മുന്തിരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് പൊടിച്ചത് ചേർക്കുന്നത്. പക്ഷെ പൊടിച്ചത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പം ചെറിയൊരു വെള്ളമയം വരും. അതുപോലെ തന്നെ ഈ മുന്തിരിങ്ങയിൽ നിന്നും അതിങ്ങനെ കുക്കായി വരുമ്പം അതിലത്തെ വെള്ളവും കൂടെ ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതുപോലെ ഗ്രേപ്സ് അത്യാവശ്യം സോഫ്റ്റായി വരുമ്പം ഒരു സ്പൂണോ ഫോക്കോ ഉപയോഗിച്ച് ഒന്ന് സോഫ്റ്റാക്കി പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് ഇങ്ങനെ ജാം പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചാറ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ പൾപ്പ് ഒന്ന് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രം നമ്മൾ അരിച്ചെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. ചൂടോടുകൂടി നമ്മൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള 1/2 കപ്പ് പാല് ഞാൻ ഈ ജ്യൂസ് ഒഴിച്ച പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അതിൽ എന്തെങ്കിലും ജ്യൂസിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇത് തിരിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഗ്രേപ്സ് വേവിച്ചപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ സമയത്ത് കുറച്ച് 2-3 ടീസ്പൂൺ വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വളരെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഐസ്ക്രീം ഫ്ലോട്ട് ഡ്രിങ്കാണ്. അതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മൾ ജ്യൂസ് ഒഴിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഐസ്ക്രീം, ഒരുപാടൊന്നും ചേർക്കേണ്ട, 1-2 ടീസ്പൂൺ ഐസ്ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഗ്രേപ്സ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ തന്നെ ഗസ്റ്റുകൾക്കൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഇത് വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.